വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ CRT ചാപ്റ്ററാണ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്നാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് PSC ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അല്ലേ. ഉൽപ്പാദിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളില്ലേ, അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണുന്ന ആദ്യമായിട്ടുള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ CRT ക്ലാസ്സുകൾ ഉൾപ്പെടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും PSC റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതായത് ഓരോ ടോപ്പിക്ക് എടുക്കുക, അതിൽ നിന്നും പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ ഫസ്റ്റ് കൂട്ടുകാരായ ആദിയും ജോബും ആഷ്നയും തങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പറയുന്നുണ്ട്. ആഷ്ന, ഇന്നലെ ടീച്ചർ പറഞ്ഞ പ്രൊജക്റ്റിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിയോ? അപ്പോൾ കുട്ടി എന്നാ പറയുന്ന, വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനുള്ളത് കൊണ്ട് എല്ലാം വാങ്ങാൻ കഴിഞ്ഞില്ല. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ എന്തെല്ലാം ആവശ്യങ്ങളാണ് നമുക്കുള്ളത്. പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, ഭക്ഷണം, വസ്ത്രം, ചെരുപ്പ്, മരുന്ന്, എങ്ങനെ എന്തെല്ലാമാണല്ലേ. അപ്പം നിങ്ങൾ പറഞ്ഞതെല്ലാം എനിക്ക് വേണം. ഇവ കൂടാതെ വലുതാകുമ്പോൾ എനിക്ക് സ്വന്തമായി വീട്, ഫോൺ, കാർ, അങ്ങനെ ഒരുപാട്. പക്ഷേ ഈ സാധനങ്ങൾ മാത്രം മതിയോ? ചില സേവനങ്ങളും നമുക്ക് ആവശ്യമില്ലേ എന്ന് ഒരു കുട്ടി ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? ശരിയാ, നമ്മെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെയും പോലെ വിവിധ സേവനങ്ങളും നമുക്ക് ആവശ്യമാണ്. അപ്പം നമുക്ക് ആവശ്യങ്ങളും വേണം, സേവനങ്ങളും വേണം അല്ലേ. അപ്പോൾ നോക്കാം. ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി നമുക്ക് എല്ലാവർക്കും ഇല്ലേ ഇത്തരം ആവശ്യങ്ങൾ. എങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത്? വിവിധ തരം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ശരിയായ ഉപയോഗത്തിലൂടെയാണ് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത് അല്ലേ. വിവിധ തരം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ശരിയായ ഉപയോഗത്തിലൂടെയാണ് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത്. വിവിധ തരം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ശരിയായ ഉപയോഗത്തിലൂടെയാണ് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിങ്ങനെ ജീവിതത്തിന് നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യങ്ങളെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയാം. അപ്പോൾ എന്താണ് അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് വെച്ചാൽ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും സേവനങ്ങളും അടിസ്ഥാന ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ മാത്രമായി ഉപയോഗിക്കുന്നവയാണോ? അല്ല അല്ലേ. നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുഖകരവും സന്തോഷകരവുമാക്കുന്ന ചില ആവശ്യങ്ങളാണ്. ഈ ആവശ്യങ്ങളെ സന്തോഷദായക ആവശ്യങ്ങളെന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുഖകരവും സന്തോഷകരവുമാകുന്ന ആവശ്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? സന്തോഷദായക ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. ആഡംബര കാറുകൾ, വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, ഉയർന്ന മൂല്യമുള്ള വസ്ത്രങ്ങൾ എന്നിവയുടെയെല്ലാം ഉപയോഗം ഇതിന് ഉദാഹരണമാണ്. ഇവയൊക്കെ എന്താണ്? സന്തോഷദായക ആവശ്യങ്ങളാണ്. നിത്യജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങളും സന്തോഷദായക ആവശ്യങ്ങളും നാം ചർച്ച ചെയ്തല്ലോ. ഈ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും പൊതുവായ സവിശേഷതകളുണ്ടോ? നോക്കാം. ആവശ്യങ്ങളുടെ സവിശേഷതകൾ. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വൈവിധ്യവും എണ്ണമറ്റതുമാണ്. കുറേ ഉണ്ടല്ലേ ആവശ്യങ്ങൾ, ഇങ്ങനെ കൂടി വരേ ചെയ്യുള്ളൂ അല്ലേ. ചില ആവശ്യങ്ങൾ ഒറ്റയ്ക്കും മറ്റു ചിലത് കൂട്ടായ പരിശ്രമത്തിലൂടെയും നിറവേറ്റാൻ കഴിയുന്നവയാണ്. ചില ആവശ്യങ്ങൾ ഒറ്റയ്ക്കും മറ്റു ചിലത് കൂട്ടായ പരിശ്രമത്തിലൂടെ നിറവേറ്റാൻ കഴിയുന്നവയാണ്. ഒരിക്കൽ നിറവേറ്റപ്പെട്ട ആവശ്യം ആവർത്തിക്കപ്പെടാം അല്ലേ. നമുക്കൊരു ആവശ്യം ഉണ്ടായെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് വീണ്ടും ആ ഒരു ആവശ്യം ആവർത്തിക്കപ്പെടാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഗോൾഡ് വാങ്ങിക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഗോൾഡ് വാങ്ങിക്കുന്നില്ല. അതാണ് പറയുന്നത് ഒരിക്കൽ നിറവേറ്റപ്പെട്ട ആവശ്യം ആവർത്തിക്കപ്പെടാം. സമയം, സ്ഥലം, വ്യക്തികൾ എന്നിവയ്ക്കനുസരിച്ച് ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും അല്ലേ. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ എന്നാണ് വ്യത്യസ്തമാണ്. മനുഷ്യ പുരോഗതിക്കൊപ്പം ആവശ്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. മനുഷ്യ പുരോഗതിക്കൊപ്പം ആവശ്യങ്ങളിലും എന്തുണ്ടാകുന്നുണ്ട്? മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പുരോഗതിയോടൊപ്പം ആവശ്യങ്ങളും വർദ്ധിക്കുന്നു. എന്നാൽ വിഭവങ്ങൾ ആവശ്യങ്ങൾക്ക് അനുപാതികമായി വർദ്ധിക്കണമെന്നില്ല. സാധനങ്ങളും സേവനങ്ങളും പണം നൽകിയും അല്ലാതെയും നാം ഉപയോഗിക്കാറുണ്ട്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിരവധിയായതിനാൽ അത് നിറവേറ്റപ്പെടുന്നതിന് ഒരു മുൻഗണനാക്രമം ആവശ്യമാണ്. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിരിക്കും വ്യക്തികൾ മുൻഗണന നൽകുന്നത്. അപ്പം എന്താ പറയുന്നത്? നമ്മുടെ ആവശ്യങ്ങൾ പുരോഗതിയോടൊപ്പം വർദ്ധിക്കുന്നുണ്ട്. ഈ വിഭവങ്ങളൊക്കെ ആവശ്യങ്ങൾക്ക് ആനുപാതികമായിട്ടാവില്ല അല്ലേ. എല്ലാ വിഭവങ്ങളും ഉണ്ടാകണമെന്നില്ല ഒരുപോലെയുള്ള അളവിൽ അല്ലേ. സാധനങ്ങളും സേവനങ്ങളും പണം നൽകിയും അല്ലാതെയും നാം ഉപയോഗിക്കാറുണ്ട്.
പറയാറുണ്ട്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിരവധിയായതിനാൽ ഇവ നിറവേറ്റപ്പെടുന്നതിന് എന്താവശ്യമാണ്? ഒരു മുൻഗണനാക്രമം ആവശ്യമാണ്. അതായത് അവശ്യ വസ്തുക്കളാണ് ആദ്യം നമ്മൾ വാങ്ങിക്കുള്ളൂ അല്ലേ. ഇത്തരത്തിൽ മനുഷ്യൻ്റെ വിവിധ തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യം ധാരാളം സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഉൽപ്പാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നാം അടിസ്ഥാനപരമായി ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്കൂളിലെ പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തല്ലോ. ഒരു സമൂഹമായാലും രാജ്യമായാലും ഏതൊരു സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോഴും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം എന്താണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് നമുക്ക് നോക്കാം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന 3 അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ്: എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. വാട്ട്, ഹൗ ആൻഡ് ഹോം ടു പ്രൊഡ്യൂസ് അല്ലേ. എന്തുൽപ്പാദിപ്പിക്കണം ചോദിച്ചിട്ടുണ്ട് കേട്ടോ, PSC ചോദിച്ചിട്ടുണ്ട്. എന്തുൽപ്പാദിപ്പിക്കണം, എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി. എങ്ങനെയാണ്? എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി. എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി എന്ന് പറയുന്നതാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ. എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇനി എന്തുൽപ്പാദിപ്പിക്കണം എന്താണ് പറയുന്നത്? എന്തുൽപ്പാദിപ്പിക്കണേൽ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഏതെല്ലാം പച്ചക്കറികൾ ഏതേത് അളവിൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് നാം മുൻഗണനാക്രമം അനുസരിച്ചും തീരുമാനിക്കേണ്ടതുണ്ട്. അതുപോലെ ഓരോ രാജ്യവും ലഭ്യമായ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തി എന്തുൽപ്പാദിപ്പിക്കണമെന്ന മുൻഗണന നിശ്ചയിക്കേണ്ടതുണ്ട്. അതായത് നമ്മളൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ പച്ചക്കറികൾ വേണമെന്നും ഏത് പച്ചക്കറിയാണ് കൂടുതൽ വേണമെന്നൊക്കെ നമ്മൾ നോക്കാറുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് രാജ്യത്തെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് എന്തുൽപ്പാദിപ്പിക്കണമെന്ന് നോക്കുന്നത് കേട്ടോ. എന്തുൽപ്പാദിപ്പിക്കണം എന്നത് തീരുമാനിച്ചാൽ അത് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണമെന്നതും പ്രസക്തമാണ് അല്ലേ. എന്തുൽപ്പാദിപ്പിക്കണം എന്ന് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, വേണ്ട അല്ലേ. നമുക്കത് എത്ര വേണം എന്ന് പറയും. ചില വിഭവങ്ങളൊക്കെ നന്നായിട്ട് ആവശ്യമുള്ളതായിരിക്കും, ചില വിഭവങ്ങൾ അത്രയ്ക്കും ആവശ്യം വേണ്ടി വരില്ല. അപ്പോൾ എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണമെന്നതും അവിടെ എന്താണ് പ്രസക്തമാണ്. ഒരു രാജ്യത്തെ സംബന്ധിച്ച് നിരവധി സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്തെ സംബന്ധിച്ച് നിരവധി സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു സാധനമോ സേവനമോ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് രാജ്യം തീരുമാനിക്കുകയാണെങ്കിൽ മറ്റു സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായി ഉപയോഗിക്കേണ്ട വിഭവങ്ങളെ പരിമിതപ്പെടുത്തേണ്ടി വരും. അതായത് ഏതെങ്കിലും ഒരു സാധനം കൂടുതലായിട്ട് ഉപയോഗിക്കണമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഉപയോഗിക്കുന്ന സാധനങ്ങൾ കുറയ്ക്കേണ്ടതായിട്ട് വരും, ആ വിഭവങ്ങൾ പരിമിതപ്പെടുത്തേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു സാധനമോ ഏതെങ്കിലും ഒരു സാധനമോ സേവനമോ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് രാജ്യം തീരുമാനിക്കുകയാണെങ്കിൽ മറ്റു സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായി ഉപയോഗിക്കേണ്ട വിഭവങ്ങളെ പരിമിതപ്പെടുത്തേണ്ടി വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഭക്ഷ്യക്ഷാമം നേരിട്ട ഒരു രാജ്യത്ത് ലഭ്യമായ വിഭവങ്ങളിൽ കൂടുതൽ വിഹിതം ഭക്ഷ്യോൽപാദനത്തിനായി വിനിയോഗിക്കേണ്ടി വരും അല്ലേ. ഭക്ഷ്യക്ഷാമം നേരിടുന്ന ഒരു രാജ്യത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ലഭ്യമായ വിഭവങ്ങളിൽ കൂടുതൽ വിഹിതം ഈ ഭക്ഷ്യോൽപാദനത്തിനായിട്ട് വിനിയോഗിക്കേണ്ടി വരും അല്ലേ. അതുപോലെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ ഏതെല്ലാം വ്യവസായങ്ങളാണ് തുടങ്ങേണ്ടത്, എത്ര യൂണിറ്റുകൾ ആരംഭിക്കണം എന്നതും തീരുമാനിക്കേണ്ടതുണ്ട്. സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അളവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിന് വേണ്ടിയാണ് രാജ്യം ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അളവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാജ്യം ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്തെല്ലാം സാധനങ്ങളും സേവനവുമാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അത് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം എന്നത് തീരുമാനിക്കപ്പെട്ടാൽ അത് ഏത് രീതിയിൽ ഉൽപ്പാദിപ്പിക്കണം എന്നതാണ് രണ്ടാമത്തെ പ്രസക്തമായ പ്രശ്നം. അപ്പോൾ നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന് നോക്കി അല്ലേ, എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം അളവും നമ്മൾ നോക്കി. അതിനുശേഷം നെക്സ്റ്റ് വരുന്നൊരു പ്രശ്നമാണ് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് അല്ലേ. അതാണ് പറയുന്നത്. നമുക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കി, ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഉണ്ടാക്കാം, അതുപോലെ തന്നെ മെഷീൻ വഴി ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഏത് ഉൽപ്പാദന ഘടകമാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കി ഏതാണ്? രണ്ടാമത്തെയാണ് അല്ലേ. അപ്പോൾ അതുപോലെയാണ് എല്ലാ കാര്യങ്ങളിലും. ചിത്രങ്ങളിൽ നിന്ന് നോക്കി ഇവിടെ നമുക്ക് പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ, കണ്ടോ. ചിത്രങ്ങളിൽ നിന്ന് ഒരേ ഉൽപ്പന്നം വ്യത്യസ്ത അനുപാതത്തിൽ തൊഴിൽ, മൂലധനം എന്നിവ ഉപയോഗപ്പെടുത്തി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി അല്ലേ. ഈ ചിത്രങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊഴിൽ എന്ന ഉൽപ്പാദക ഘടകം കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നതായി കാണാനായിട്ട് കഴിയും അല്ലേ. തൊഴിൽ എന്ന് പറയുന്നത് ചിത്രം ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ചപ്പാത്തി ഉണ്ടാക്കുന്നത് നോക്കുകയാണെങ്കിൽ 4:3 എന്താണ് കൂടുതലായിട്ട് അവിടെ തൊഴിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ചിത്രം 4:5 നോക്കുകയാണെങ്കിലും എന്താണ് തൊഴിൽ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്
ഉൽപാദനത്തിനായിട്ട് യന്ത്രങ്ങളാണ് കൂടുതൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഉൽപാദനം നോക്കുകയാണെങ്കിലോ യന്ത്രങ്ങളാണല്ലേ, കൂടുതലായിട്ട് ഉൽപ്പന്നം ലഭിച്ചിരിക്കുന്നത് യന്ത്രങ്ങൾ വഴിയാണല്ലോ അല്ലേ, കൂടുതൽ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ഉൽപാദനം ലഭിച്ചിരിക്കുന്നത് യന്ത്രങ്ങൾക്ക് വഴിയാണ്. അപ്പോൾ കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനവും ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് വിളിക്കുന്നത്. ഓക്കെ, തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് വെച്ചാൽ എന്താണ്? കൂടുതൽ തൊഴിൽ ശക്തി കുറഞ്ഞ മൂലധനം ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് വിളിക്കുന്നത്. എന്നാൽ കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തിയും ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതിയാണ് മൂലധന തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പേരിൽ തന്നെ ഉണ്ട് അല്ലേ, തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് വെച്ചാൽ തൊഴിൽ കൂടുതലായിരിക്കും അല്ലേ, മൂലധനം കുറവായിരിക്കും. മൂലധന തീവ്ര സാങ്കേതിക രീതി എന്ന് വെച്ചാൽ മൂലധനം കൂടുതലായിരിക്കും, തൊഴിൽ കുറവായിരിക്കും. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നത് സാങ്കേതിക രീതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഏത് സാങ്കേതിക രീതിയാണ് സ്വീകരിക്കേണ്ടതെന്ന് ആ പ്രദേശത്ത് ലഭ്യമായ വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് തീരുമാനിക്കുന്നത്. വിഭവങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഉൽപ്പാദനത്തിൻ്റെ രീതിയിൽ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. അപ്പം നമുക്ക് നോക്കാം തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ. തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ എന്താ പറഞ്ഞത്? തൊഴിൽ കൂടുതലായിരിക്കും, മൂലധനം കുറവായിരിക്കും അല്ലേ. കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയുള്ള ഉൽപ്പാദനത്തെയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത് അല്ലേ. കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയുള്ള ഉൽപ്പാദനത്തെയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത്. കുറഞ്ഞ തോതിലുള്ള മൂലധന ഉപയോഗമായിരിക്കും. കൂടുതൽ സമയം ആവശ്യമായ ഉൽപ്പാദന രീതിയാണ് അല്ലേ, കൂടുതൽ സമയം ആവശ്യമാണ്. പരിസ്ഥിതി സൗഹൃദമായ ഉൽപ്പാദന രീതിയാണ്, പരിസ്ഥിതി സൗഹൃദമായ ഉൽപ്പാദന രീതിയാണ്. സാങ്കേതിക വിദ്യയുടെ കുറഞ്ഞ ഉപയോഗം അല്ലേ, അവിടെ എന്താണ്? സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കുറവായിരിക്കും. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? പരിസ്ഥിതി സൗഹൃദമായ ഉൽപ്പാദന രീതിയായിരിക്കും. കൂടുതൽ സമയം ആവശ്യമായ ഉൽപ്പാദന രീതിയാണ് അല്ലേ. നമുക്ക് കണ്ടല്ലോ ചപ്പാത്തി ഉണ്ടാക്കുന്നത് കണ്ടല്ലോ അല്ലേ, അതാണ് പറയുന്നത്. ഇനി മൂലധന സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തൊഴിലാളികളുടെ ആവശ്യകതയിലെ കുറവില്ല. അവിടെ തൊഴിലാളികളുടെ ആവശ്യം വരുന്നുണ്ടോ? അധികം വരുന്നില്ല അല്ലേ, കുറച്ച് വരുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ കൂടുതൽ മൂലധന നിക്ഷേപം ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലേ, മെഷീൻസൊക്കെ വാങ്ങിക്കുന്നതിനായിട്ടും. ഉൽപ്പാദനക്ഷമത ഉറപ്പുവരുത്തുന്നുണ്ട്. സാങ്കേതിക വിദ്യയാണ് കൂടുതലായിട്ട് അവരെ ആശ്രയിക്കുന്നത്. ഉൽപ്പാദനത്തിന് കുറഞ്ഞ സമയം മതി. മൂലധന തീവ്ര സാങ്കേതിക രീതിയിൽ ഉൽപ്പാദനത്തിന് കുറഞ്ഞ സമയം മതി. രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ, ഉൽപ്പാദന ഘടകങ്ങളുടെ ലഭ്യത എന്നിവ കണക്കിലെടുത്തുകൊണ്ടാവണം ഉൽപ്പാദന രീതി തീരുമാനിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? ആർക്ക് വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്? ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയായിരിക്കണം ഉൽപ്പാദനം നടത്തേണ്ടത് അല്ലേ. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഉൽപ്പാദനം നടത്തേണ്ടത്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയെന്നതാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നാണ്? ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ സേവനങ്ങൾ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ സേവനങ്ങൾ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലഭ്യമായ വിഭവങ്ങളെ സമൂഹത്തിലെ എല്ലാവർക്കും പ്രയോജനകരമാവിധം വിനിയോഗിക്കുന്ന തരത്തിൽ വേണം ഉൽപ്പാദന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയാണോ വിതരണം ചെയ്യുന്നതല്ല അല്ലേ, പലപ്പോഴും അങ്ങനെയല്ല വിതരണം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്? എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം അല്ലേ. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധന, സംഘാടനം എന്നിവയുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT പറഞ്ഞാണ് അല്ലേ. സാധനങ്ങളിലും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഉൽപ്പാദന ഘടകങ്ങളാണ് ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെ മൂല്യം ഉൽപ്പാദന ഘടകങ്ങൾക്ക് അവയുടെ പങ്കിനനുസരിച്ച് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഭൂമിക്ക് പാട്ടമായും തൊഴിലിന് വേതനമായും മൂലധനത്തിന് പലിശയായും സംഘാടനത്തിന് ലാഭമായും ഉൽപ്പന്ന മൂല്യം വിതരണം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഭൂമിയുടെ ഇതെന്താണ്? ഭൂമിക്ക് പാട്ടമാണ് ലഭിക്കുന്നത് അല്ലേ. ഭൂമിയുടെ പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ്? പാട്ടമാണ്. ഇനി തൊഴിലാണെന്നുണ്ടെങ്കിൽ എന്താണ്? വേതനമാണ്. മൂലധനത്തിന് എന്താണ്? പലിശയാണ്. സംഘാടനത്തിന് എന്താണ്? ലാഭമാണ് അല്ലേ. അപ്പോൾ ഭൂമിക്ക് പാട്ടം, തൊഴിലിന് വേതനം, മൂലധനത്തിന് പലിശ, സംഘാടനത്തിന് ലാഭം എന്നിങ്ങനെയാണ് ഉൽപ്പന്ന മൂല്യം വിതരണം ചെയ്യേണ്ടത്. അതായത് ഉൽപ്പാദനത്തിൽ നിന്നുള്ള വരുമാനം എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്നതും പ്രധാനമാണ്. ഓക്കെ, ഭൂമിയുടെ എന്താണ്? പാട്ടമാണ് അല്ലേ പ്രതിഫലം.
തൊഴിലിനാണെങ്കിലോ വേതനമാണ്. മൂലധനത്തിൻ്റെ പലിശയാണ്. സംഘാടനത്തിന് എന്താണ്? ലാഭമാണ്. ലോകത്താകമാനം നിലനിൽക്കുന്ന ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് വ്യത്യസ്ത സമ്പദ് വ്യവസ്ഥകളിലൂടെയാണ്. എന്താണ് സമ്പദ് വ്യവസ്ഥ എന്ന് വെച്ചാൽ? എന്താണ് സമ്പദ് വ്യവസ്ഥ? ഒരു രാജ്യം വിവിധ സാധന സേവനങ്ങളുടെ ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവ ക്രമീകരിക്കുന്ന രീതിയാണ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഒരു രാജ്യം വിവിധ സാധന സേവനങ്ങളുടെ ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവ ക്രമീകരിക്കുന്ന രീതിയാണ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ലഭ്യമായ വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നതാണ് ഓരോ സമ്പദ് വ്യവസ്ഥയുടെയും ധർമ്മം. അപ്പോൾ ഓരോ സമ്പദ് വ്യവസ്ഥയുടെയും ധർമ്മം എന്താണ്? ലഭ്യമായ വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുക. ഇനി എന്താണ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ? സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ്. സമ്പദ് വ്യവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാണ്. സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. മാറിക്കൊണ്ടേയിരിക്കുന്നു. ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന പ്രവർത്തനങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? സമ്പദ് വ്യവസ്ഥ മനുഷ്യനിർമ്മിതമാണ്, മാറ്റങ്ങൾക്ക് വിധേയമാണ്, അതിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ ഇതിലെ പ്രധാന പ്രവർത്തനങ്ങളാണ്. വിവിധ തരം സമ്പദ് വ്യവസ്ഥകൾ. എത്ര തരം ഉണ്ടെന്ന് നോക്കിയൊക്കെ? 3 എണ്ണം ഉണ്ട് അല്ലേ? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് വെച്ചാൽ? ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ? ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വയ്ക്കുവാനുള്ള അവകാശമുണ്ട്. പരമാവധി ലാഭം എന്നതാണ് ലക്ഷ്യം. ഗവൺമെൻറ് ഇടപെടൽ പരിമിതമാണ്. അപ്പോൾ എന്തൊക്കെയാണ്? എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അവകാശമുണ്ട്. പരമാവധി ലാഭം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ലക്ഷ്യങ്ങളാണ് പറയുന്നത് കേട്ടോ. എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വയ്ക്കുവാനുള്ള അവകാശമുണ്ട്. പരമാവധി ലാഭം എന്നതാണ് ലക്ഷ്യം. ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതമായിരിക്കും. പരമാവധി ലാഭം കിട്ടുക എന്ന് പറയായിരിക്കും ലക്ഷ്യം. സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അവകാശം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലുണ്ട്. സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ സംഭരിക്കുവാനും അവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുവാനും സാധിക്കും. സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ സംഭരിക്കുവാനും അവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. ഉപഭോക്താവിന് വിപണിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അല്ലേ? വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം നിലനിൽക്കുന്നുണ്ടായിരിക്കും. എന്തൊക്കെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ? എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അധികാരമുണ്ട്. പരമാവധി ലാഭം എന്നതാണ് ലക്ഷ്യം. ഗവൺമെൻറ് ഇടപെടൽ പരിമിതമാണ്. സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ സംഭരിക്കുവാനും അവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. ഉപഭോക്താവിന് വിപണിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം നിലനിൽക്കുന്നു. ഇനി മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന പല രാജ്യങ്ങളിലും സാമ്പത്തിക വികസനത്തിൽ ഗവൺമെൻറ്റിൻ്റെ സജീവ പങ്കാളിത്തം കാണാനായിട്ട് കഴിയും. നെക്സ്റ്റ് വരുന്നത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ്. രണ്ടാമത്തത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. എല്ലാ ഉൽപ്പാദക ഘടകങ്ങളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കണമെന്നതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ പറയുന്നത്. അപ്പോൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ നമ്മൾ പറഞ്ഞു മുതലാളിത്തമാണെന്നുണ്ടെങ്കിൽ ഒരാളിലാണ് കേന്ദ്രീകരിച്ചിട്ടായിരിക്കുക അല്ലേ? സോഷ്യലിസ്റ്റ് ആണെന്നുണ്ടെങ്കിലോ എല്ലാ ഉൽപ്പാദക ഘടകങ്ങളുടെയും ഉടമസ്ഥാവകാശ നിയന്ത്രണം ആരിലായിരിക്കും? ഗവൺമെൻറ്റിലായിരിക്കും. ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതിയായിരിക്കും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. ഒരു ആസൂത്രണ സമിതി ഉണ്ടായിരിക്കും. പ്രത്യേകതകൾ നോക്കാം. ഉൽപ്പാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ്. ആരിൽ നിക്ഷിപ്തമാണ്? ഗവൺമെൻറ്റിലാണ് നിക്ഷിപ്തം. സാമൂഹിക ക്ഷേമമാണ് പ്രധാന ലക്ഷ്യമെന്നാണ്. സാമൂഹിക ക്ഷേമമാണ്. വിപണിയുടെ മേൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം ഉണ്ടായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം ഉണ്ടായിരിക്കും. വിഭവങ്ങളുടെ ലഭ്യതയും ദേശീയ ലക്ഷ്യങ്ങളും മുൻനിർത്തി കേന്ദ്ര ആസൂത്രണ സമിതി വിഭവങ്ങളെ വിനിയോഗിക്കുന്നു. വിഭവങ്ങളെ വിനിയോഗിക്കുന്നു.
വരുമാനത്തിലും സമ്പത്തിലുമുള്ള അസമത്വം കുറയ്ക്കുന്നു. കാരണം ഗവൺമെൻറ് ആണ് ഇടപെടുന്നത് അല്ലേ. അപ്പോൾ വരുമാനത്തിലും സമ്പത്തിലുമുള്ള അസമത്വം കുറയ്ക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഉൽപ്പാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ഗവൺമെൻറ് നിക്ഷിപ്തമാണ്. സാമൂഹിക ക്ഷേമമായിരിക്കും പ്രധാന ലക്ഷ്യം. വിപണിയുടെ മേൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം ഉണ്ടായിരിക്കും. വിഭവങ്ങളുടെ ലഭ്യതയും ദേശീയ ലക്ഷ്യങ്ങളും മുൻനിർത്തി കേന്ദ്ര ആസൂത്രണ സമിതി വിഭവങ്ങളെ വിനിയോഗിക്കുന്നു. വരുമാനത്തിലും സമ്പത്തിലുമുള്ള അസമത്വം കുറയ്ക്കുന്നു. സ്വകാര്യ സംരംഭങ്ങളുടെ പങ്കാളിത്തവും ഇന്ന് സോഷ്യലിസ്റ്റ് സമ്പദ്വ്യവസ്ഥയിൽ കണ്ടുവരുന്നു. നെക്സ്റ്റ് വരുന്നത് മിശ്ര സമ്പദ്വ്യവസ്ഥയാണ്. ഇന്ത്യയിലുള്ളത് ഏതാണ്? മിശ്ര സമ്പദ്വ്യവസ്ഥയാണ് അല്ലേ. മുതലാളിത്ത സമ്പദ്വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ്വ്യവസ്ഥയുടെയും ചില പ്രത്യേകതകൾ ഒരുമിച്ച് കാണാൻ കഴിയുന്നതാണ് മിശ്ര സമ്പദ്വ്യവസ്ഥ. അപ്പോൾ എന്താണ്? സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലയുടെയും സഹവർത്തിത്വം അല്ലേ. ലാഭേച്ഛയും സാമൂഹ്യ ക്ഷേമവും പ്രധാന ലക്ഷ്യങ്ങളായിരിക്കും. രണ്ടും മിക്സ്ഡ് ആണല്ലോ. സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം, ഗവൺമെൻറ് പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണം, ചില മേഖലകളിൽ സാധനങ്ങളുടെ വിലയിൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം, അവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെൻറ് പ്രാധാന്യം നൽകുന്നുണ്ട്. അവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെൻറ് പ്രാധാന്യം നൽകുന്നുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഗവൺമെൻറ് പദ്ധതികളിൽ സാമ്പത്തിക ആസൂത്രണം ഉണ്ടായിരിക്കും. ചില മേഖലകളിൽ സാധനങ്ങളുടെ വിലയിൽ ഗവൺമെൻറ്റിന് നിയന്ത്രണം ഉണ്ടായിരിക്കും. മിശ്ര സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വിപണികളിലൂടെയും കേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിലൂടെയുമാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ മിശ്ര സമ്പദ്വ്യവസ്ഥയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ എന്താണ്? മിശ്ര സമ്പദ്വ്യവസ്ഥയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പഠിച്ചു വയ്ക്കുക. ആഗോള സമ്പദ്വ്യവസ്ഥ ഇന്ന് വിജ്ഞാനാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം എന്താണ് വിജ്ഞാന സമ്പദ്വ്യവസ്ഥ എന്ന് വെച്ചാൽ അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെയും നവീകരണത്തിൻ്റെയും ചാലകങ്ങളാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയെയാണ് വിജ്ഞാന സമ്പദ്വ്യവസ്ഥ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വിജ്ഞാന സമ്പദ്വ്യവസ്ഥ എന്ന് വെച്ചാൽ എന്താണ്? അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെയും നവീകരണത്തിൻ്റെയും ചാലകങ്ങളാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് വിജ്ഞാന സമ്പദ്വ്യവസ്ഥ സൂചിപ്പിക്കുന്നത്. ഈ സമ്പദ്വ്യവസ്ഥയിൽ അറിവ് ഒരു പ്രധാന വിഭവമായി കണക്കാക്കപ്പെടുന്നു. അതിൻ്റെ സൃഷ്ടിയും വ്യാപനവും പ്രയോഗവും സാമ്പത്തിക വികസനത്തിന് നിർണായകമാണ്. അതിൻ്റെ സൃഷ്ടിയും വ്യാപനവും പ്രയോഗവും സാമ്പത്തിക വികസനത്തിന് നിർണായകമാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, സമ്പദ്വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ച് നാം ചർച്ച ചെയ്തല്ലോ. ഇവയെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന പഠന ശാഖയാണ് എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബജറ്റ്, ബാങ്കിങ്, കമ്പോളം, സാധന സേവനങ്ങൾ മുതലായവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? ബജറ്റ്, ബാങ്കിങ്, കമ്പോളം, സാധന സേവനങ്ങൾ എന്നിവയൊക്കെ വരുന്നുണ്ട്. ആദ്യകാലത്ത് സമ്പത്തിൻ്റെ ശാസ്ത്രം എന്ന നിലയിലാണ് സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെയാണെന്നുണ്ടെങ്കിൽ സമ്പത്തിൻ്റെ ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിൻ്റെ പ്രധാന വക്താവായിരുന്നു സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ആഡം സ്മിത്ത്. അപ്പോൾ ചോദിക്കാറുണ്ട് ആഡം സ്മിത്ത് ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? ആഡം സ്മിത്ത് ആണല്ലേ. ആഡം സ്മിത്ത് ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആൽഫ്രഡ് മാർഷൽ ക്ഷേമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമായി സാമ്പത്തിക ശാസ്ത്രത്തെ രൂപപ്പെടുത്തി. അപ്പോൾ ആൽഫ്രഡ് മാർഷൽ എന്താണ് പറയുന്നത്? ക്ഷേമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണെന്ന് പറഞ്ഞ ആരാണ്? ആൽഫ്രഡ് മാർഷലാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാഖയായി സാമ്പത്തിക ശാസ്ത്രത്തെ ലയണൽ റോബിൻസ് വിഭാവനം ചെയ്തു. അപ്പോൾ ലയണൽ റോബിൻസ് എന്താ പറഞ്ഞത്? മനുഷ്യൻ്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടാണ് ലയണൽ റോബിൻസ് പറഞ്ഞത്. മനുഷ്യൻ്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാഖയായിട്ടാണ് ഈ സാമ്പത്തിക ശാസ്ത്രത്തെ ലയണൽ റോബിൻസ് വിഭാവനം ചെയ്തത്. ആഡം സ്മിത്ത് ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ആൽഫ്രഡ് മാർഷൽ എന്താ പറഞ്ഞത്? ക്ഷേമമല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ക്ഷേമമല്ലേ പറഞ്ഞത്? ക്ഷേമത്തെക്കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലയണൽ റോബിൻസ് എന്ന് പറഞ്ഞത് വിഭവങ്ങളും അതുപോലെ തന്നെ ആവശ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടാണ് റോബിൻസ് പറഞ്ഞത് അല്ലേ. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വികാസത്തിന് പ്രചോദനമായ ചില ആശയങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് റിക്കാർഡോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിപ്പിക്കാം എന്ന സിദ്ധാന്തം കൊണ്ടുവന്നു. ഭൂമിയുടെ പാട്ടത്തെ സംബന്ധിച്ച ഇദ്ദേഹത്തിൻ്റെ പാട്ട സിദ്ധാന്തം വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ പാട്ട സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ്? ഡേവിഡ് റിക്കാർഡോയാണ്. ഡേവിഡ് റിക്കാർഡോയാണ് പാട്ട സിദ്ധാന്തം കൊണ്ടുവന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞു. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി
ഇരു രാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞത് ആരാണ്? ഡേവിഡ് റിക്കാർഡിൻ്റെ പാഠസിദ്ധാന്തത്തിലാണ് പറയുന്നത് അതിനെക്കുറിച്ചിട്ട്. ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ കാൾ മാർക്സ് ആണ് മിച്ചമൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അപ്പം മിച്ചമൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? കാൾ മാർക്സ് ആണ്. മാർക്സിൻ്റെ അഭിപ്രായത്തിൽ ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം തൊഴിലാളികൾക്ക് നൽകി അധിക ഭാഗവും മുതലാളി കൈക്കലാക്കുന്നു. അപ്പോൾ അതാണ് പറയുന്നത് മിച്ചമൂല്യ സിദ്ധാന്തത്തിൽ എന്താ പറയുന്നത്? തൊഴിലാളികളാണ് എല്ലാം ചെയ്തെങ്കിലും തൊഴിലാളികൾക്ക് ചെറിയൊരു ഭാഗം മാത്രം ലഭിക്കുന്നത്, ബാക്കിയൊക്കെ മുതലാളിക്കാണ് കിട്ടുന്നതെന്ന് പറയുന്നു. നെക്സ്റ്റ്, സാമ്പത്തിക മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടി വാദിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ജെ.എം. കെയ്ൻസ്. ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പം ഗവൺമെൻറ് ഇടപെടൽ വേണമെന്ന് പറയുന്നത് ആരായിരുന്നു? ജെ.എം. കെയ്ൻസ് ആണ് പറഞ്ഞത്. ചെക്ക് റിപ്പബ്ലിക് വംശജനായ ജെ.എ. ഷുംപീറ്റർ ആവിഷ്കരിച്ച ആശയമാണ് സൃഷ്ടിപരമായ നശീകരണം. ആര് കൊണ്ടുവന്നാണ്? ആരുടെയാണ്? ജെ.എം. ഷുംപീറ്റർ ആവിഷ്കരിച്ചിട്ടുള്ള ആശയമാണ് സൃഷ്ടിപരമായ നശീകരണം. വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ പുത്തൻ അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നു. എന്നാൽ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ തടസ്സപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നുവെന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാങ്കേതിക വിദ്യകളൊക്കെ എന്താണ്? പുത്തൻ സാങ്കേതിക വിദ്യകളൊക്കെ അവസരങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യകളൊക്കെ തടസ്സപ്പെടുന്നുണ്ട് അല്ലേ? നൂതന കണ്ടുപിടുത്തങ്ങളാൽ നിലവിലുള്ള വ്യവസായങ്ങളും നഷ്ടപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് സൃഷ്ടിപരമായ നശീകരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? ആഡം സ്മിത്ത് ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ക്ഷേമത്തെക്കുറിച്ച് പറഞ്ഞ ആരാണ്? ആൽഫ്രഡ് മാർഷലാണ്. റോബിൻസ് ആണ് ആവശ്യങ്ങളും പരിമിതവുമായ വിഭവങ്ങളെക്കുറിച്ചുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ പാഠസിദ്ധാന്തം കൊണ്ടുവന്ന ഡേവിഡ് റിക്കാർഡോ ആണ്. അദ്ദേഹം പറഞ്ഞത് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ക്ഷേമം വർദ്ധിപ്പിക്കാമെന്നാണ് പറഞ്ഞത് അല്ലേ. മിച്ചമൂല്യ സിദ്ധാന്തം കൊണ്ടുവന്ന ആരാണ്? കാൾ മാർക്സ് ആണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? തൊഴിലാളികൾക്ക് കുറച്ച് മാത്രം വിഭവങ്ങൾ ലഭിക്കുന്നുള്ളൂ, കൂടുതലും അധിക ഭാഗം ആർക്കാണ് ലഭിക്കുന്നത്? മുതലാളിക്കാണ് ലഭിക്കുന്നതെന്ന് പറയുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് ജെ.എം. കെയ്ൻസ് ആണ്. ജെ.എം. കെയ്ൻസ് എന്താ പറഞ്ഞത്? ഗവൺമെൻറ് ഇടപെടൽ വേണം എന്ന് പറഞ്ഞു അല്ലേ. ഗവൺമെൻറ് ഇടപെടലിനെ എന്ന സിദ്ധാന്തത്തെക്കുറിച്ച് വേണ്ടി വാദിച്ച ആരാണ്? ജെ.എം. കെയ്ൻസ് ആണ്. ഷുംപീറ്റർ എന്താ പറയുന്നത്? സൃഷ്ടിപരമായ നശീകരണത്തെക്കുറിച്ച് പറഞ്ഞു. നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ശരിക്കും പറഞ്ഞാൽ വളർച്ച സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും നിലവിലുള്ള വ്യവസായങ്ങളെ നശിപ്പിക്കുന്നുണ്ട് എന്ന് ആര് പറഞ്ഞു? ജെ.എം. ഷുംപീറ്റർ പറഞ്ഞു. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വികാസത്തിൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരും മികച്ച സംഭാവന നൽകിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് കാര്യക്ഷമമായ നികുതി സമ്പ്രദായം വിഭാവനം ചെയ്ത പ്രാചീന ഇന്ത്യയിലെ ചാണക്യനും ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ദാദാഭായ് നവറോജിയുമെല്ലാം ഇവരിൽ പ്രമുഖരാണ്. ഇപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, ചോർച്ചാ സിദ്ധാന്തം ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. ദ പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ദർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളായ ഹിന്ദു സ്വരാജ്, ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്നിവയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഹിന്ദു സ്വരാജ് അതുപോലെ തന്നെ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടേതാണ് അല്ലേ. ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ്വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞ എന്താണ്? സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ്വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഗാന്ധിജിയാണ് അല്ലേ. അപ്പോൾ ഗാന്ധിജിയുടെ ചിന്തകളാണ് പറയുന്നത്. പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കണം. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായി പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായി പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക. സാമൂഹിക നീതി ഉറപ്പാക്കാനായി സാമ്പത്തിക അസമത്വം ലഘൂകരിക്കണം. സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിനായിട്ട് സാമ്പത്തിക അസമത്വം ലഘൂകരിക്കണം. അപ്പോൾ സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്ത. പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായിട്ട് പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക. സാമൂഹിക നീതി ഉറപ്പാക്കാനായിട്ട് സാമ്പത്തിക അസമത്വം ലഘൂകരിക്കണം. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ കുമാർ സെൻ.
അല്ലേ? അമർത്യ കുമാർ സെന്നാണ് ആദ്യമായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിക്കുന്നത് അല്ലേ? 1998 ലഭിച്ചത്. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ അദ്ദേഹത്തിൻ്റെ മികച്ച സംഭാവനകൾക്ക് 1998 നോബൽ സമ്മാനം ലഭിച്ചത്. അന്നു മുതലാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയത് അല്ലേ? അപ്പോൾ അമർത്യ കുമാർ സെന്നാണ് അമർത്യ സെൻ എന്നല്ലേ പറയാറ്. അപ്പോൾ അമർത്യ കുമാർ സെന്നാണ് ആദ്യമായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിൻ്റെ ക്ഷേമ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയെന്ന് നോക്കാം. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണം. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണം. ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവ രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണ്. ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവ രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണ്. സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് അത് മനുഷ്യാവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിനും ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാകണം. സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് അത് മനുഷ്യാവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിനും ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാവണം. ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്ത് 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അഭിജിത്ത് വിനായക് ബാനർജിക്ക് ലഭിച്ചു. അപ്പോൾ 2019 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചതാർക്കായിരുന്നു? സാമ്പത്തിക ശാസ്ത്രത്തിലെ അഭിജിത്ത് വിനായകിനായിരുന്നു. എസ്തർ ഡുഫ്ലോ, മൈക്കൽ ക്രൈമർ എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം ഈ പുരസ്കാരം പങ്കിട്ടത്. അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടല്ലേ ഇവിടെ. ലോകരാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ തിരിച്ചറിയുക വഴി വിഭവങ്ങൾ കാര്യക്ഷമമായി വിനിയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യമാകുന്നു. ലോകത്തെ പ്രധാന സമ്പദ് വ്യവസ്ഥകൾ തിരിച്ചറിയുകയും അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നതെന്നും നാം ചർച്ച ചെയ്തു. നിലവിലുള്ള വിഭവങ്ങളെ വിവേകപൂർവ്വം കാര്യക്ഷമമായും വിനിയോഗിച്ച് ഭാവി തലമുറയുടെ ക്ഷേമം കൂടി ഉറപ്പുവരുത്തുക എന്നത് നമ്മുടെ കടമയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.